അതിന്റെ ടൈറ്റിൽ ഒന്ന് വായിക്കുക. ടൈറ്റിൽ ഇപ്പോ നോൺ കോഗ്നിസബിൾ കേസ് എന്ന് പറഞ്ഞാൽ പരാതി ഉണ്ടെങ്കിൽ മാത്രമേ കേസ് എടുക്കാൻ പാടുള്ളൂ, FIR ഇടാൻ പാടുള്ളൂ. ഓക്കെ. When information given as an officer in charge of a police station, the commission within the limit of such station of a non-cognizable offence, he shall enter or cause to be entered substances in the information in the book kept in such officer in such form as the state government may specified on this behalf. ഇത്രയേ ഉള്ളു കാര്യം. ഒരു നോൺ കോഗ്നിസബിൾ കേസിനെ കുറിച്ച് ഒരു പരാതി കിട്ടിയാൽ എന്നല്ല അവിടെ പറഞ്ഞേക്കുന്നത്, ഇൻഫർമേഷൻ കിട്ടിയാൽ. ആ സെന്റൻസ് നോക്കി, ഇൻഫർമേഷൻ. കംപ്ലൈന്റ് എന്ന് അവിടെ എങ്ങും പറഞ്ഞിട്ടില്ല. റെഫർ ദ ഇൻഫർമേഷൻ ടു എ മജിസ്ട്രേറ്റ്. GDയിൽ എൻട്രി ചെയ്യണം, ജനറൽ ഡയറിയിൽ എൻട്രി ചെയ്യണം. GD അവിടെ അങ്ങനെ പഠിച്ചാൽ മതി. എങ്ങനെ? സച്ച് ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രിസ്ക്രൈബ്ഡ് ഇൻ ദിസ് ബിഹാഫ് എന്ന് പറയുന്നതിന് പകരം GD എൻട്രി നടത്തണം. GD എൻട്രി നടത്തിയിട്ട് എവിടെ പോകണം? മജിസ്ട്രേറ്റിന്റെ അടുത്ത് പോകണം. ഫോർവേഡ് ദ ഡെയിലി ഡയറി റിപ്പോർട്ട് ഓൾ സച്ച് കേസസ് ഫോർത്ത്വിത്ത്ലി ടു ദ മജിസ്ട്രേറ്റ്. അത് മജിസ്ട്രേറ്റിനോട് പറയണം, ഇന്ന ദിവസം ഇന്ന സമയം ഇന്ന കാര്യങ്ങൾ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ GD എൻട്രി നടത്തിയിട്ടുണ്ട്, GD എൻട്രിയുടെ നമ്പർ ഇതാണ്. ഓക്കെ. എന്ത് ചെയ്യണം? നോ പോലീസ് ഓഫർ ഷാൽ ഇൻവെസ്റ്റിഗേറ്റ് നോൺ കോഗ്നിസബിൾ കേസ് വിത്തൗട്ട് ദ ഓർഡർ ഓഫ് എ മജിസ്ട്രേറ്റ് ഹാവിംഗ് പവർ ടു ട്രൈ സച്ച് കേസസ് ഓർ കമ്മിറ്റ് ദ കേസസ് ടു ട്രയൽ. ഇപ്പോ ആ നോൺ കോഗ്നിസബിൾ കേസിനെ കുറിച്ച് മജിസ്ട്രേറ്റിന്റെ ഉത്തരവില്ലാതെ അന്വേഷണം നടത്താനേ പാടില്ല. ഏത് മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് പ്രകാരം? ഇത് കേസാക്കിയാൽ ആരാണോ ട്രയൽ ചെയ്യേണ്ടത് ആ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് പ്രകാരം. അല്ലെങ്കിൽ ഇത് കേസാക്കിയാൽ ഇത് ആരാണോ കമ്മിറ്റ് ചെയ്യേണ്ടത് ആ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? അന്വേഷണം നടത്താൻ പാടുള്ളൂ. നോ പോലീസ് ഓഫീസർ ഷാൽ ഇൻവെസ്റ്റിഗേറ്റ് എന്നവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നോ പോലീസ് ഓഫീസർ ഷാൽ ഇൻവെസ്റ്റിഗേറ്റ് a non-cognizable cases without the order of a magistrate having power to try such cases or commit to that cases. Commit എന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണുമല്ലോ. എന്താ കമ്മിറ്റ് എന്ന് പറഞ്ഞാൽ? കമ്മിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു മജിസ്ട്രേറ്റ് ആണ്, നിങ്ങളുടെ ഒരു ഒഫൻസ് വന്നു, അത് സെഷൻസ് കേസാണ്, നിങ്ങൾക്ക് ട്രയൽ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. നിങ്ങളെ മേൽക്കോടതിക്ക് അയച്ചു കൊടുക്കും. ഈ അയച്ചു കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് കമ്മിറ്റൽ പ്രൊസീഡിംഗ് എന്ന് പറയുന്നത്. കമ്മിറ്റ്. ഓക്കെ. എനി പോലീസ് ഓഫീസർ റിസീവിംഗ് സച്ച് ഓർഡർ മേ എക്സസൈസ് ദ സെയിം പവേഴ്സ് ഇൻ റെസ്പെക്ട് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എക്സെപ്റ്റ് ദ പവർ ഓഫ് അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട്. ഏതിലാ? എനി പോലീസ് ഓഫീസർ റിസീവിംഗ് സച്ച് ഓർഡർ. അന്വേഷിച്ചോ എന്നൊരു ഉത്തരവ് കിട്ടിയാൽ, ആർക്ക് കിട്ടിയാലും, മേ എക്സസൈസ് സെയിം പവേഴ്സ് ഇൻ റെസ്പെക്ട് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഇൻവെസ്റ്റിഗേഷന്റെ എല്ലാ അധികാരവും ഉപയോഗിക്കാം. രണ്ടെണ്ണം ചെയ്യാൻ പറ്റത്തില്ല. എന്താണ്? അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട്. വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ബാക്കിയൊക്കെ ചെയ്യാം. ആസ് ആൻ ഓഫീസർ ഇൻ ചാർജ് ഓഫ് എ പോലീസ് സ്റ്റേഷൻ മേ എക്സസൈസ് ഇൻ എ കോഗ്നിസബിൾ ഒഫൻസ്. കോഗ്നിസബിൾ ഒഫൻസിൽ എന്തൊക്കെ ചെയ്യുന്നുവോ അതെല്ലാം ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാം. ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല, അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, വാറണ്ട് ഇല്ല. അപ്പോ ചില കേസിൽ ചില ഈ പാർട്ടിക്കാരൊക്കെ ചോദിക്കും, അറസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ വാറണ്ട് ഉണ്ടോ? വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനായിരിക്കും അവർ വരുന്നത്. അപ്പൊ വാറണ്ട് ഉണ്ടോ എന്ന ചോദ്യം അസ്ഥാനത്താണ്. കോഗ്നിസബിൾ കേസിലാണെങ്കിൽ വാറണ്ട് വേണ്ട. നമ്മുടെ ഈ തുക്കട ലോക്കൽ രാഷ്ട്രീയക്കാർക്കൊന്നും അതൊന്നും അറിയത്തില്ല. ആ നോൺ കോഗ്നിസബിൾ ആകുമ്പം വാറണ്ടോട് കൂടി അറസ്റ്റ് ചെയ്യാം. കോഗ്നിസബിൾ കേസിൽ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. നോൺ കോഗ്നിസബിൾ കേസിൽ വാറണ്ടോടെ